السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. والذين تبوأوا الدار والإيمان من قبلهم يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة ومن يوق شح نفسه فأولئك هم المفلحون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിത ചരിത്രങ്ങളിലൂടെയുള്ള നമ്മുടെ പഠന പരമ്പരയിൽ മക്കയിൽ നിന്നും അവിടുന്ന് മദീനയിലേക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഹിജറ പോയിക്കൊണ്ടിരുന്ന വിഷയത്തെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ ഹിജറയിലുണ്ടായ അത്ഭുതകരങ്ങളായ പല സംഭവങ്ങളെയും നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവും അല്ലാഹുവിന്റെ മഹത്തായ കാവൽ മുഖേന അവരുടെ യാത്ര തുടരുക തന്നെ ചെയ്തു. മദീനാവാസികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മക്കയിൽ നിന്ന് അവിടുന്ന് പുറപ്പെട്ടത് അറിഞ്ഞത് മുതൽ അവിടെയുള്ള ആബാലവൃദ്ധം ജനങ്ങളും വളരെ ആകാംക്ഷയോടെ ആവേശഭരിതരായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കാണാനും അവിടുത്തെ സ്വീകരിക്കുവാനും വേണ്ടി കാത്തിരിക്കുകയാണ്. എല്ലാ ദിവസവും അവർ മദീനയിൽ നിന്ന് പുറത്തിറങ്ങി മക്കയിൽ നിന്ന് ഇങ്ങോട്ട് എത്തുന്ന ആ സ്ഥാനത്തേക്ക് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും കൂട്ടുകാരനും വരുന്നുണ്ടോ എന്നറിയാനായി എല്ലാ ദിവസവും പ്രഭാതമായാൽ അവിടെയുള്ള ജനങ്ങൾ വഴികളിൽ ഇറങ്ങി കാത്തുനിൽക്കും. നേരം ചൂടായി കഴിഞ്ഞാൽ, ചൂടിന്റെ ശക്തി കൂടുന്ന നട്ടുച്ച നേരമായി കഴിഞ്ഞാൽ അവർ അവരുടെ വീടുകളിലേക്ക് മടങ്ങും. പിറ്റേന്നും ഇങ്ങനെ തന്നെ തുടരും. ഇങ്ങനെ എപ്പോഴാണ് തങ്ങളുടെ നേതാവിന്റെ ആഗമനം, വരവ് എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മദീനയുടെ ഭാഗങ്ങളിൽ ആവേശഭരിതരായി ജനങ്ങൾ കാത്തു നിൽക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം ആളുകളൊക്കെ അവർ ചൂട് കാരണത്താൽ അവരുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോയ നേരം മദീനയിലുണ്ടായിരുന്ന ഒരു യഹൂദി തന്റെ ഒരാവശ്യാർത്ഥം മദീനയുടെ ഒരു ഭാഗത്തുള്ള ഒരു കുന്നിൻ മുകളിൽ കയറി നോക്കിയതാണ്. അപ്പോഴാണ് ദൂരെ നിന്ന്
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും കൂട്ടുകാരനും അഥവാ രണ്ടാളുകളുടെ ഒരു ചെറു സംഘം ഇങ്ങനെ വരുന്നത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അദ്ദേഹത്തിന് നിയന്ത്രിക്കാനായില്ല. കാരണം ആളുകളൊക്കെ ഇവിടെ ആവേശത്തോടു കൂടി കാത്തു നിൽക്കുന്ന ഒരാളെ താൻ ആദ്യം കണ്ടു എന്ന നിലക്ക് ചരിത്രത്തിൽ കാണാം. ഫലം യംലിക്കിൽ യഹൂദിക്ക് നിയന്ത്രിക്കാനായില്ല. അദ്ദേഹം ആ കുന്നിൻ മുകളിൽ വെച്ച് അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, യാ മആശിറൽ അറബ്, ഓ അറബി സമൂഹമേ, അറബികളെ, ഹാദാ ജദ്ദുക്കുമുല്ലദീ തൻളുറൂൻ, ദാ നിങ്ങൾ കാത്തിരിക്കുന്ന വ്യക്തി ഇതാ, മഹാനിത കടന്നു വരുന്നു. അങ്ങനെയാണ് ജനങ്ങൾ പ്രവാചക വരവ് അറിഞ്ഞത്. ഫസാറൽ മുസ്ലിമൂന ഇല സിലാഹ്, മുസ്ലിമീങ്ങളെല്ലാം അവരുടെ വീടുകളിലേക്ക് ഉടൻ തന്നെ മടങ്ങിച്ചെന്ന് വളരെ ആവേശത്തോടെ പ്രവാചകനെ സ്വീകരിക്കാൻ വേണ്ടി ആയുധ സജ്ജരായി അവർ പുറത്തേക്ക് ഇറങ്ങി. ഒരു ശത്രുവും അവിടുത്തെ ആക്രമിക്കരുത്. തങ്ങളുടെ ബൈഅത്ത്, തങ്ങളെടുത്തുള്ള പ്രതിജ്ഞയുടെ അടിസ്ഥാനത്തിൽ തങ്ങളിലേക്ക് കടന്നു വരുന്ന ആ നേതാവിനെ ഒരു നിലക്കുള്ള അക്രമങ്ങളും ഉണ്ടാകരുത് എന്ന നിലക്ക് ആയുധ സജ്ജരായി കൊണ്ട് തന്നെ വിശ്വാസികൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്വീകരിക്കാൻ വേണ്ടി ഓടുകയാണ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് ഏതാനും കിലോമീറ്റർ അകലെയുള്ള ഖുബായിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവും ആദ്യമായി ഇറങ്ങിയത്. നമുക്കറിയാം, മക്കയുടെയും മദീനയുടെയും ഇടക്കുള്ള സ്ഥലമാണ് ഖുബാ. ആ പ്രദേശത്താണ് ഹിജ്റയുടെ വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയുടെ അടുത്ത പ്രദേശമായ ഖുബായിലാണ് ആദ്യം ഇറങ്ങി താമസിച്ചത്. അവിടെ ഏതാനും ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും താമസിക്കുകയാണ്. ഉടനെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നേതൃത്വത്തിൽ അവിടെ ഒരു പള്ളി പണിയുകയാണ്. ആ പള്ളി ചെറിയ രൂപത്തിലുള്ള ഒരു പള്ളി. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയുള്ളപ്പോഴെല്ലാം നമസ്കാരം നിർവഹിച്ചു പോന്നത്. വിശുദ്ധ ഖുർആൻ ആ പള്ളിയെ സംബന്ധിച്ച് പറഞ്ഞത് ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വാ, സൂക്ഷ്മതയുടെയും ഭക്തിയുടെയും തഖ്വയുടെയും മേൽ പടുത്തുയർത്തപ്പെട്ട ആദ്യത്തെ ഭവനം. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മദീന ഹിജ്റയുടെ അഥവാ നുബുവത്തിന്റെ ശേഷം, പ്രവാചകനായതിന്റെ ശേഷം അവിടുത്തെ കരം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ആദ്യത്തെ പള്ളിയാണ്, ആദ്യ ഭവനമാണ് ഖുബായിലെ പള്ളി. വിശുദ്ധ ഖുർആൻ പറഞ്ഞ ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വാ മിൻ അവ്വലി യൗമിൻ എന്ന് പറഞ്ഞ ആ പള്ളി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ഇറങ്ങി നമസ്കരിച്ച പള്ളി എന്ന നിലക്ക് ഖുബായിലെ പള്ളി, അവിടെയുള്ള നമസ്കാരം ഇന്നും പുണ്യകരമാണ്. നമുക്കറിയാം, ഹജ്ജിനും ഉംറക്കുമൊക്കെ പോകുന്ന ഹാജിമാർ മദീനയിലെത്തിയാൽ സന്ദർശിക്കാൻ മറക്കാതെ സന്ദർശിക്കുന്ന പുണ്യകരമായ ഭവനമാണ് ഖുബാ മസ്ജിദ്. ആ പള്ളിയിൽ നിന്ന് പ്രവാചകൻ മദീനയിലേക്ക് പോയിട്ടും ആഴ്ചതോറും അവിടുന്ന് പലപ്പോഴും ഖുബായിൽ സന്ദർശനം നടത്താറുണ്ടായിരുന്നു എന്നത് ആ പള്ളിയുടെ പ്രത്യേകതകളിൽപ്പെട്ടതാണ്. സഹീഹുൽ ബുഖാരിയിലും സഹീഹ് മുസ്ലിമിലുമൊക്കെ, അതുപോലെ തന്നെ തിർമിദിയിലും നസായിയിലുമൊക്കെ ആ ഭവനത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ മഹത്വം പ്രത്യേകമായി പറഞ്ഞത് രേഖപ്പെട്ട് കിടക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, പ്രവാചകനെ കുറിച്ച് സ്വഹാബത്ത് പറയുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഹാനവറുകൾ പറയുന്നു, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യഅതി മസ്ജിദ ഖുബാ കുല്ല സബ്തിൻ മാശിയൻ വറാകിബാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ശനിയാഴ്ചകളിലും നടന്നും അതുപോലെ തന്നെ ചിലപ്പോൾ വാഹനത്തിലുമൊക്കെ ആയിക്കൊണ്ട് ഖുബാ മസ്ജിദിൽ പോകാറുണ്ടായിരുന്നു. ഇതിനും പുറമെ സഹീഹ് മുസ്ലിമിൽ കാണാം, ഫയുസല്ലി ഫീഹി റകഅതൈൻ, അവിടെ ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 റകഅത്ത് നമസ്കരിക്കാറ് പതിവുണ്ട്. അതിന്റെ പുണ്യം വിവരിച്ചതായി തിർമിദിയിൽ കാണാം, അസ്സലാത്തു ഫീ മസ്ജിദി ഖുബാഇൻ കഉംറത്തിൻ, ഖുബാ മസ്ജിദിലെ നമസ്കാരം ഒരു ഉംറക്ക് സമാനമാണ്.
ഉംറ പോലെയാണ് ഖുബാ മസ്ജിദിലെ നമസ്കാരം. തിർമിദിയിൽ റിപ്പോർട്ട് ചെയ്ത് ഇമാം നാസിറുദ്ദീനുൽ അൽബാനിയുടെ സഹീഹിൽ ഇത് രേഖപ്പെടുത്തിയതായി കാണാം. അതുപോലെ തന്നെ സഹീഹുൻ നസായിയിൽ കാണാം, മൻ ഖറജ ഹത്താ യഅതി ഹാദൽ മസ്ജിദ മസ്ജിദ ഖുബാഇൻ ഫസല്ലാ ഫീഹി കാന ലഹു അദ്ല ഉംറ. ആരെങ്കിലും ഈ പള്ളിയിലേക്ക് വന്നാൽ, ആരെങ്കിലും തന്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു ഈ പള്ളിയിൽ എത്തുന്നത് വരെ, അഥവാ മസ്ജിദ് ഖുബാ, എന്നിട്ട് അവിടെ നമസ്കരിച്ചാൽ കാന ലഹു അദ്ല ഉംറത്തിൻ, അതൊരു ഉംറക്ക് സമാനമാണ്. അപ്പൊ ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മദീനയിൽ ഇറങ്ങുന്നതിന്റെ മുമ്പ് ഇറങ്ങിയ മദീനയുടെ അടുത്ത പ്രാന്ത പ്രദേശമായ ഖുബായിൽ ഇറങ്ങിയവരെ ഇടത്താവളത്തിൽ ഇറങ്ങി ഏതാനും ദിവസങ്ങൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ താമസിച്ച് അവിടെയുള്ള ആളുകൾക്കായി പണിതു കൊടുത്ത ആദ്യത്തെ ഭവനമായ ഖുബാ മസ്ജിദ് ഇന്നും അവിടെ നമസ്കാരത്തിന് പ്രത്യേകമായ പുണ്യമുണ്ട് എന്ന് മുസ്ലിം ലോകം വിശ്വസിക്കുന്നു. അവരത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരികയും ചെയ്യുന്നു. അങ്ങനെ ആ നിർമ്മാണ ശേഷം അവിടെ കുറച്ചു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും തങ്ങിയതിന്റെ ശേഷം മദീനയിലേക്ക് പുറപ്പെട്ടു. മദീനത്തേക്ക് പുറപ്പെടുന്ന വിവരം അവിടെയുള്ള ബനു നജ്ജാർ ഗോത്ര തലവന്മാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്ദേശം മുഖേന അറിയിപ്പ് കൊടുത്തു, ദൂതൻ മുഖേന അറിയിച്ചു, മദീനയിലേക്ക് വരികയാണ്, മദീനയിലേക്ക് പുറപ്പെടുകയാണ്. അവിടുത്തെ പ്രമുഖ ഗോത്രമായ ബനു നജ്ജാറിലെ ഗോത്ര തലവന്മാർക്ക്, നേതാക്കൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരം കൊടുത്തു. ആയുധ സജ്ജരായി അവരും പ്രവാചക തിരുമേനിയെ സ്വീകരിക്കാൻ വേണ്ടി വീണ്ടും കടന്നു വരികയാണ്. അങ്ങനെ ഖുബായിൽ നിന്ന് പുറപ്പെട്ട് മദീനയിലേക്ക് എത്തുമ്പോഴേക്കും നൂറുകണക്കിന് അൻസാറുകളാണ്, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെയും മുഹാജിറുകളെയും സ്നേഹിക്കാനും അവർക്ക് സൗകര്യം ഏർപ്പെടുത്താനും അവർക്ക് വേണ്ട രൂപത്തിലുള്ള സ്വീകരണം ഏർപ്പെടുത്താനും ഒരുങ്ങിക്കൂടിയ ആ പ്രദേശങ്ങളിലുള്ള സഹാബിമാരായ ആളുകൾ, മുസ്ലിമീങ്ങൾ, അൻസാറുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വാഹനത്തിന് ചുറ്റും കൂടുകയാണ്. അവര് നടക്കുകയാണ്, പ്രവാചക തിരുമേനിയുടെ കൂടെ അവർ നടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഹനപ്പുറത്തുണ്ട്. ആ വാഹനത്തിന്റെ കടിഞ്ഞാണും പിടിച്ചുകൊണ്ട് നൂറുകണക്കിന് ആളുകൾ വരവേറ്റുകൊണ്ട് മദീനയിലേക്ക് പ്രവേശിക്കുകയാണ്. അന്ന് മദീനയിൽ വല്ലാത്തൊരു സന്തോഷത്തിന്റെ ദിവസമായിരുന്നു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. അതുപോലെ മദീന സന്തോഷിച്ച, യസ്രിബ് എന്ന് പറയുന്ന നാട് സന്തോഷിച്ച വേറൊരു ദിവസമുണ്ടായിട്ടില്ല എന്നാണ് ചരിത്രം പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവേശിച്ച അന്ന് മുതൽ യസ്രിബ് എന്ന പേര് പോയി മദീനത്തുർ റസൂൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പട്ടണം, റസൂലിന്റെ സിറ്റി. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിയതിന്റെ ശേഷമാണ് മുമ്പ് യസ്രിബ് എന്ന പേരുണ്ടായിരുന്ന പ്രദേശത്തിന് മദീന, അൽ മദീന എന്ന പേര് കിട്ടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നപ്പോൾ ആബാലവൃദ്ധം ജനങ്ങൾക്കും ആഹ്ലാദമായിരുന്നു. നടന്നു വരാൻ കഴിയാത്ത ആളുകളൊക്കെ അവരുടെ വീടിന്റെ മട്ടുപ്പാവുകളിൽ കയറി നിന്നു. സ്ത്രീകളും അതുപോലെ തന്നെ വൃദ്ധന്മാരുമൊക്കെ വീടിന്റെ മട്ടുപ്പാവുകളിൽ കയറി നിന്നു നേതാവിനെ ഒരു നോക്ക് കാണാൻ. ഇതുവരെ കേട്ടിട്ടേയുള്ളൂ, കണ്ടിട്ടില്ല. ആരാണ് മുഹമ്മദ് എന്ന് അറിയില്ല, ആരാണ് മുഹമ്മദ് എന്ന് മനസ്സിലാകുന്നില്ല. പലരും അത് കാണാൻ ഒരുമിച്ച് കൂടി. കുട്ടികളും അതുപോലെ തന്നെ നടന്നു വരാൻ ആവശ്യമായ യുവാക്കളുമൊക്കെ അവരിങ്ങോട്ട് നടന്നു വന്നുകൊണ്ട് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, എന്നവരിങ്ങനെ സന്തോഷത്തോടെ പറഞ്ഞുകൊണ്ടിരുന്നു, ഞങ്ങളെ നബി വന്നു, അല്ലാഹുവിന്റെ നബി വന്നു, അല്ലാഹുവിന്റെ നബി വന്നു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ജാ മുഹമ്മദ് എന്നിങ്ങനെ അവര് പറഞ്ഞു. സഹീഹ് മുസ്ലിമിൽ നമുക്ക് കാണാം, അവിടെ ഉണ്ടായിരുന്ന കുട്ടികളൊക്കെ യുവാക്കളൊക്കെ സ്നേഹത്തോടെ വിളിച്ചു, യാ മുഹമ്മദ് യാ റസൂലല്ലാഹ്, യാ മുഹമ്മദ് യാ റസൂലല്ലാഹ് എന്നിങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നു. മദീനയിലേക്ക് കടന്നു വരുന്ന ദിവസമാണ്. മദീനയിലേക്ക് എത്തുന്ന സമയത്ത് അവർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, സ്നേഹത്തോടെ അവർ വിളിക്കുകയാണ്. പിന്നീടാണ് യാ മുഹമ്മദ് എന്ന വിളി നിരോധിക്കപ്പെട്ടത് എന്ന് നമുക്കറിയാം, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ആ വിളി നിരോധിക്കപ്പെടുന്നതിന്റെ മുമ്പ് അവർ സ്നേഹത്തോടെ യാ മുഹമ്മദ് യാ റസൂലല്ലാഹ് എന്നിങ്ങനെ അവിടെ കൂടിയ കുട്ടികൾ ഇങ്ങനെ തെരുവിലൂടെ വിളിച്ചുകൊണ്ടവരിങ്ങനെ, അഥവാ പ്രവാചകന്റെ അടുത്തേക്ക് ഓടി വരികയാണ് കാണാൻ, സ്വീകരിക്കാൻ. ജാ നബിയുല്ലാഹ്, ജാ നബിയുല്ലാഹ്, അല്ലാഹു അക്ബർ, ജാ നബിയുല്ലാഹ് എന്നിങ്ങനെ പറഞ്ഞ് സന്തോഷത്തോടെ നേതാവിനെ സ്വീകരിക്കുവാനുള്ള ഓരോരുത്തരും അവരവരുടെ വീടുകളിൽ താമസിക്കണം പ്രവാചകനെന്ന അവരുടെയായ ആശ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് തന്നെ അല്ലാഹുവിന്റെ പ്രത്യേക നിർദ്ദേശമുണ്ട്, എവിടെ ഇറങ്ങണം,
എവിടെയാണ് തന്റെ വാഹനം മുട്ടുകുത്തേണ്ടത്? റബ്ബിന്റെ തീരുമാനമുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് നീങ്ങി എല്ലാവരുടെയും ക്ഷണങ്ങളെ സ്നേഹത്തോടുകൂടി പ്രതികരിച്ചുകൊണ്ട് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുന്നോട്ട് നീങ്ങി. ആ ദിവസത്തെ സംബന്ധിച്ച് ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു അൻസാരിയാണ്. ഈ രംഗത്തിന് സാക്ഷിയായ മഹാനവറുകൾ പറയാണ്, മാ റഅയ്തു അഹ്ലൽ മദീന ഫരിഹു ബിശൈഇൻ ഫറഹഹും ബിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ കടന്നുവരവിന്റെ അന്ന് മദീനക്കാര് സന്തോഷിച്ച അത്ര ഒരു സന്തോഷം ഞാൻ പിന്നെ കണ്ടിട്ടില്ല. അത്ര വലിയ ആഹ്ലാദമായിരുന്നു അവരുടെ മനസ്സുകളിൽ. എന്നാൽ ചില ചരിത്രങ്ങളിൽ അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളും കുട്ടികളുമൊക്കെ തലഅൽ ബദ്റു അലൈനാ മിൻ സനിയാത്തിൽ വദാഇ എന്നിങ്ങനെ ചില ഈരടികൾ പാടി എന്നൊക്കെ ചില റിപ്പോർട്ടുകളിൽ കാണാം. അതിന്റെ സനദുകൾ പരിശോധിച്ച പ്രഗത്ഭരായ പണ്ഡിതന്മാര് പറയുന്നത് അങ്ങനെ ഒരു കവിതാശകലം മദീനക്കാരുരുവിട്ട് അവിടെ സ്വീകരിച്ചതായി, അങ്ങനെ ഒരു പദ്യശകലം സഹീഹായ നിലക്ക് ഒരു റിപ്പോർട്ടുകളിലും സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് ആ നിലക്കുള്ള ഒരു കവിത അവിടെ പാടി സ്വീകരിച്ചതിന് സഹീഹായ അഥവാ സനദിന്റെ പ്രമാണത്തിന്റെ പിൻബലമില്ല എന്നാണ് ആ വിഷയത്തെ സംബന്ധിച്ച് വളരെ കൃത്യമായി പഠനവും ഗവേഷണവും നടത്തിയിട്ടുള്ള ചരിത്രകാരന്മാരും മുഹദ്ദിസീങ്ങളുമൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് നീങ്ങി. അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലാണ് അവിടുന്ന് ഇറങ്ങിയത്. അല്ലാഹുവിന്റെ നിർദ്ദേശം അങ്ങനെയാണ്. അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങി അവിടെ താമസിച്ചു. തന്റെ കൂടെ അതിന്റെ മുന്നോടിയായി ഹിജറ വന്ന ഒരുപാട് ആളുകളുണ്ട്. ആ മുഹാജിറുകളായ ആളുകളൊക്കെ കേവലം അഭയാർത്ഥികളായി വന്ന ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉണ്ടായിരുന്ന അൻസാറുകളായ ആളുകൾക്കിടയിൽ ഈ മുഹാജിറുകളെ വീതിക്കുകയാണ് ചെയ്തത്. ഓരോ മുഹാജിറിനെയും ഏറ്റെടുക്കാൻ അൻസാറുകൾ തയ്യാറായി. ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്തത്ര സ്വീകരണവും സ്നേഹവും സൗഹാർദ്ദവും കാണിച്ച, അഭയാർത്ഥികളോട് ഇത്രത്തോളം വലിയ കാരുണ്യം കാണിച്ച ഒരു ജനത ഒരു ചരിത്രത്തിലും വേറെ ഉണ്ടായിട്ടില്ല എന്നാണ് ഈ സ്നേഹ സ്വീകരണ പ്രവർത്തനത്തെ സംബന്ധിച്ച് ചരിത്രം വളരെ കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അള്ളാഹുവിന്റെ ഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ ഇതിനെ സംബന്ധിച്ചു പറഞ്ഞു. അൻസാറുകളായ ആളുകൾ മദീനയിലേക്ക് കടന്നു വന്ന തങ്ങളുടെ സഹോദരങ്ങളായ മുഹാജിറുകൾക്ക് നൽകിയ സ്വീകരണത്തെ വിശുദ്ധ ഖുർആൻ ആവോളം പ്രശംസിച്ചിട്ടുണ്ട്. സൂറത്തുൽ ഹശ്റിന്റെ 9-ാമത്തെ ആയത്തിൽ കാണാം, വല്ലദീന തബവ്വഉദ്ദാറ വല്ലീമാന മിൻ ഖബ്ലിഹിം യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം വലാ യജിദൂന ഫീ സുദൂരിഹിം حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة ومن يوق شح نفسه فأولئك هم المفلحون والذين تبوأوا الدار والإيمان من قبلهم. മക്കയിൽ നിന്ന് മദീനയിലേക്ക് എത്തുന്ന മുഹാജിറുകളായ ആളുകൾ അവിടെ എത്തുന്നതിന്റെ മുമ്പ് തന്നെ വീടും ഈമാനുമൊക്കെ ഒരുക്കി വെച്ചിട്ടുള്ള ആളുകൾ, മുമ്പേ വിശ്വാസം സ്വീകരിച്ചിട്ടുള്ള അൻസാറുകൾ, വീടൊരുക്കി വെച്ചിട്ടുള്ള അൻസാറുകൾ, ആ അൻസാരികൾ എന്തു ചെയ്തു? യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം, അവരിലേക്ക് ഹിജറ വന്ന ആളുകളെ അവർ സ്നേഹിച്ചു. ആ മദീനയിലേക്ക് കടന്നു വന്ന മുഹാജിറുകളായ ആളുകളെ അവർ വല്ലാതെ ഇഷ്ടപ്പെട്ടു. വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജതം മിമ്മാ ഊതു, അവർക്ക് എന്ത് നൽകപ്പെടുന്നതിലും ഇവരുടെ മനസ്സിൽ ഒരു വിഷമമോ ഒരാവശ്യമോ ഉണ്ടായിരുന്നില്ല. ഏത് കാര്യത്തിലും അവർക്ക് സഹായിക്കണം, അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കണം, അവർക്ക് വേണ്ടത് എന്താണെങ്കിൽ സൗകര്യം ഒരുക്കണം, ഒരു വിഷമവും അവർക്ക് ഉണ്ടായില്ല. വയുസിറൂന അലാ അൻഫുസിഹിം, എത്രത്തോളം സ്വന്തത്തിന്റെ കാര്യങ്ങളെക്കാൾ ഇങ്ങോട്ട് കടന്നു വന്ന മുഹാജിറുകളുടെ കാര്യത്തിൽ ഇവർ ശ്രദ്ധിക്കാൻ തുടങ്ങി. വലൗ കാന ബിഹിം ഖസാസ, അതെ ഇവര് വളരെ ഞെരുക്കക്കാരും അവരാവശ്യക്കാരുമായിട്ടും ഇങ്ങോട്ട് കടന്നു വരുന്ന ആളുകളുടെ കാര്യത്തിൽ അവർ ഏറെ ശ്രദ്ധിച്ചു. തങ്ങളുടെ കാര്യം മറന്നുകൊണ്ട് പോലും, തങ്ങളുടെ ആവശ്യങ്ങൾ മറന്നുകൊണ്ട് പോലും മുഹാജിറുകളായ ആളുകളുടെ കാര്യത്തിൽ അവർ ശ്രദ്ധിച്ചു. അതാ ചരിത്രത്തിൽ നമുക്ക് കാണാം, അൻസാറുകൾ
മദീനയിലെ അഭയാർത്ഥികളായി വന്ന പാവങ്ങളായ ആളുകളെ ഊട്ടുവാൻ, അവർക്ക് ഭക്ഷണം കൊടുക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ വീട്ടിൽ ഒന്നുമില്ലാതിരുന്ന അൻസാരികൾ പോലും ഏറ്റെടുത്തു. വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പ്രവാചകൻ പറഞ്ഞ അതിഥികളെ വീട്ടിൽ ചെന്ന് നോക്കുമ്പോ ആകെ കുട്ടികൾക്കായി ഒരുക്കി വെച്ചിട്ടുള്ള ഭക്ഷണം മാത്രമുള്ളത്. ഭാര്യയോട് പറഞ്ഞു കുട്ടികളെ ഉറക്കിക്കിടത്താൻ പറഞ്ഞു. പിന്നെ ബാക്കിയുള്ള ഭക്ഷണമാണ്, കുട്ടികൾക്കും കൊടുക്കുന്നില്ല. ഇനി ഇവർക്ക് കഴിക്കണ്ടേ, ഇവരും കഴിക്കാൻ കൂട്ടാക്കുന്നില്ല. എന്ത് ചെയ്തു? ഭാര്യയോട് പറഞ്ഞു അതിഥികൾ എത്തിയാൽ ഭക്ഷണം കൊണ്ടുവന്ന് വെക്കണം. ഭക്ഷണം കഴിക്കാനിരിക്കുന്ന നേരം നോക്കി വിളക്ക് തന്ത്രപരമായി ഊതിക്കെടുത്തണം. എന്നിട്ട് ഭക്ഷണപാത്രത്തിൽ കൈയിടുന്നു എന്ന് ഞാൻ ആംഗ്യം കാണിക്കും. ഞാൻ കഴിക്കൂല. കേറി വന്ന അതിഥി കഴിച്ചു തീരുവോളം ആംഗ്യം കാണിച്ചു. ഇരുട്ടത്തല്ലേ, നേരിയ വെളിച്ചത്തിൽ ഇങ്ങനെ അതിഥി വിചാരിക്കുന്നു വീട്ടുകാരനും ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഭക്ഷണത്തളികയിലേക്ക് ഇങ്ങനെ കൈകൊണ്ടുപോയി ആംഗ്യം കാണിക്കും, വായിലേക്ക് ആംഗ്യം കാണിക്കും. താൻ കഴിച്ചില്ലെങ്കിൽ അതിഥി കഴിച്ചില്ലെങ്കിലോ എന്ന് ഭയന്നുകൊണ്ട് അങ്ങനെ അതിഥിയെ ആ നിലക്ക് ഉള്ള ഭക്ഷണം അതിഥികൾക്ക് കൊടുത്തു. സ്വന്തം ആവശ്യങ്ങളെക്കാളും അപ്പുറം ആവശ്യമുണ്ടായിട്ട് പോലും അതേ അവരോട് സ്നേഹം കാണിക്കുന്നു, അവരുടെ കാര്യത്തിന് മുൻതൂക്കം കൊടുക്കുന്നു. എത്രമാത്രം വലിയ സ്നേഹമായിരുന്നു അതെന്ന് ചരിത്രത്തിൽ കാണാം. അതേ കൃഷിയുള്ള അൻസാരികളായ ആളുകൾ മുഹാജിറുകളോട് പറഞ്ഞു, എന്റെ കൃഷിഭൂമിയിൽ നിന്ന് നിങ്ങൾക്കിതാ വീതിച്ചു തരുന്നു, കൃഷി ചെയ്തോളൂ. കച്ചവടമുള്ള ആളുകൾ പറഞ്ഞു, എന്റെ ബിസിനസ്സിൽ ഷെയർ കൂടിക്കോളൂ. വീടുള്ളത് ഉള്ള വീട്ടിൽ സൗകര്യങ്ങൾ ഒരുക്കിയിട്ട് ഈത്തപ്പന ഓല കൊണ്ട് മറച്ചിട്ട് ഉള്ള വീടിൽ സൗകര്യം ഒരുക്കിയിട്ട് മുഹാജിറുകളെ താമസിപ്പിക്കുന്നു. അതുപോലെ തന്നെ 2 ഭാര്യമാര്, 1-ലേറെ ഭാര്യമാരുള്ളവര് പറഞ്ഞു, അത്രത്തോളം അവര് പറയാൻ തയ്യാറായി. അതാ ഞാൻ ഇവരിൽ ഒരാളെ തലാക്ക് ചൊല്ലാം, അവരുടെ ഇദ്ദ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരെ വിവാഹം കഴിക്കാം. അത്രത്തോളം വലിയ സഹകരണവും സ്നേഹവും. അങ്ങനെ എന്തെല്ലാം അവർക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുമോ എല്ലാം ചെയ്തു കൊടുത്തു. ലോക ചരിത്രത്തിൽ അഭയാർത്ഥികളോട് ഇത്രയേറെ സ്വന്തം കാര്യങ്ങളെ മറന്നും അവഗണിച്ചും പോലും സ്നേഹം കാണിച്ചൊരു വിഭാഗം വേറെ ഉണ്ടായിട്ടില്ല. അൻസാറുകൾ. ഇന്നും മദീനക്കാർക്ക് ആ ഒരു സ്വഭാവമുണ്ട്. ഇന്നും മദീന മസ്ജിദിലേക്ക് കയറി നോക്കൂ. അതേ മദീനത്തൊരു പ്രത്യേകമായ ആതിഥ്യ സൽക്കാരമാണ് കാണുന്നത്. റമദാനിൽ പോയിട്ടുള്ള സുഹൃത്തുക്കൾക്കറിയില്ലേ, നോമ്പുകാലമായി കഴിഞ്ഞാൽ നോമ്പ് തുറക്ക് മണിക്കൂറുകൾക്ക് മുമ്പാണെങ്കിലും നിങ്ങൾ അവിടെ എത്തിയാൽ വാതിൽക്കലതാ മദീന നിവാസികൾ കാത്തു നിൽക്കുന്നു. നിങ്ങളെ പിടിച്ചു കൊണ്ടുപോയി അവരൊരുക്കുന്ന ആ മായിദയിൽ സുപ്രയിൽ നിങ്ങളെ കൊണ്ടുപോയി ഇരുത്താൻ. വല്ലാത്തൊരു ആ ഒരു പാരമ്പര്യം, ആ നിലക്കുള്ള ഒരു പ്രത്യേകമായ ഒരു കാഴ്ചപ്പാട് ഇന്നും ആ രാജ്യങ്ങളിലൊക്കെ നിലനിൽക്കുന്നു. ഒരുപാട് സ്നേഹം കാണിക്കുന്ന ആളുകൾ. അതേ മദീനയിലെ അൻസാറുകൾ ആ കാലഘട്ടത്തിൽ മുഹാജിറുകളോട് വല്ലാത്ത സ്നേഹമാണ് കാണിച്ചത്. ഖുർആൻ അവരെ വല്ലാതെ പുകഴ്ത്തി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാറുകളെ വളരെ പ്രശംസിച്ചിട്ടുണ്ട്. അവരുടെ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് ലൗലൽ ഹിജ്റതു ലകുൻതും റഅം മിനൽ അൻസാർ, ഹിജ്റ ഇല്ലായിരുന്നുവെങ്കിൽ ഞാനും അൻസാരികളിൽപ്പെട്ടവനാകുമായിരുന്നു. ഞാൻ ഹിജ്റ വന്നതുകൊണ്ട് ഞാനും മുഹാജിറായത്, അല്ലെങ്കിൽ ഞാനും അൻസാരി ആവാൻ ആഗ്രഹിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹാജിറുകൾക്കാണ് അൻസാറുകളെക്കാൾ ശ്രേഷ്ഠത. പക്ഷേ അൻസാറുകളുടെ ഒരു പ്രത്യേകതയും മഹത്വവും ലോകത്തെ അറിയിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു. മറ്റൊരു വാചകത്തിൽ കാണാം, വലൗ സലക്കന്നാസു വാദിയൻ വസലക്കത്തിൽ അൻസാറു വാദിയൻ ലസലക്തു വാദിയൽ അൻസാർ. ജനങ്ങളൊക്കെ ഒരു വഴിയിൽ പ്രവേശിച്ചു, ഒരു താഴ്വരയിൽ. അൻസാറുകൾ വേറൊരു താഴ്വരയിലുമാണ് പ്രവേശിച്ചതെങ്കിൽ അൻസാരികൾ പ്രവേശിച്ച താഴ്വരയിലാണ് ഞാൻ പ്രവേശിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ അവർ ചെയ്ത സേവനത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുകഴ്ത്തി പറഞ്ഞു. അങ്ങനെ മദീനയിലെത്തി. താൻ താമസിക്കുന്നത് അബൂ അയ്യൂബ് അൻസാരിയുടെ വീട്ടിലാണ്. തന്റെ സഹാബിമാർക്കൊക്കെ ആവശ്യമായ നിലക്ക് അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കാൻ ആവശ്യമായ നിലക്കൊക്കെ പ്രവാചകൻ ചെയ്തു. പലരെയും ഉള്ള വീടുകളിലൊക്കെ താമസിപ്പിച്ചു. പക്ഷേ കുറെ ആളുകൾ പിന്നെയും പുറത്തായിരുന്നു.
അവിടേക്ക് നമുക്ക് ഇൻഷാ അല്ലാഹ് മദീനയുടെ പള്ളിയുടെ ചരിത്രം പറയുമ്പോൾ നമുക്ക് കടന്നു വരാനുണ്ട്. അഹ്ലുസ് സുഫ എന്ന് പറയുന്ന പ്രത്യേകം മദീനയിൽ തന്നെ വീടില്ലാതെ പള്ളിയിൽ തന്നെ താമസിച്ചിരുന്ന, വീടില്ലാതെ താമസിച്ചിരുന്ന പാവങ്ങളായിരുന്നു സഹാബിമാർ റളിയല്ലാഹു അൻഹും. ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിയാവുന്നത്ര രൂപത്തിലൊക്കെ സൗകര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ബനു നജ്ജാർ ഗോത്രക്കാരായ 2 അനാഥകളുടെ കയ്യിൽ ഒരു തോട്ടമുണ്ട് എന്ന് മനസ്സിലാക്കി. ഒരു ചെറിയ തോട്ടം. ആ തോട്ടത്തിൽ നിലനിൽക്കുന്നത് എന്താണ്? ഈത്തപ്പനകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു തോട്ടം. അതുപോലെ തന്നെ അവിടെ പല മുശ്രിക്കുകളുടെയും പല അമുസ്ലിമീങ്ങളുടെയും ഖബറുകളും ഉണ്ട്. അതുപോലെ തന്നെ കല്ലും അതുപോലെ തന്നെ മറ്റു പല അസൗകര്യങ്ങളും ഒക്കെ ഉള്ള ഒരു നിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടികളുടെ ബന്ധപ്പെട്ട ആളുകളുമായിട്ട് ആ സ്ഥലം പള്ളിക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിക്കുകയാണ്. വെറുതെ കൊടുക്കാമെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വേണ്ട, വില കൊടുത്തു വാങ്ങി. മദീനയിൽ വില കൊടുത്തു വാങ്ങി ആ പ്രദേശം. അങ്ങനെ സ്വഹാബത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ നേതൃത്വത്തിൽ കാട് വെട്ടി തെളിയിച്ചു. ആവശ്യമായ നിലക്ക് ആവശ്യമായ സ്ഥലങ്ങളിൽ ഏതൊക്കെ മരങ്ങൾ മുറിച്ചു നീക്കണോ അവിടെയുള്ള ഈത്തപ്പനകൾ മുറിച്ചു നീക്കി. ഫലവൃക്ഷങ്ങളാണെങ്കിലും മനുഷ്യന് അത്യാവശ്യമാണെങ്കിൽ മുറിച്ചു നീക്കാം എന്നതിൽ നിന്ന് മനസ്സിലാക്കാം. അനാവശ്യമായ ഒരു ഫലവൃക്ഷം മുറിച്ചു നീക്കാൻ പാടില്ലെന്നും മനസ്സിലാക്കാം. സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരോട് നിർദ്ദേശിച്ചു. പ്രവാചകനും അവിടെ നിലം ശരിയാക്കി ആവശ്യമായ നിലക്കുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഏർപ്പെടുത്തി. ഇവിടെ ഉണ്ടായിരുന്ന മുസ്ലിമീങ്ങളുടെ ഖബറുകൾ മാന്തി അതിലുള്ള ശകലങ്ങളെയെല്ലാം എടുത്തു പുറത്തേക്ക് മറ്റു സ്ഥലങ്ങളിലേക്ക് നീക്കി ഇവിടെ വൃത്തിയാക്കി. അതിന്റെ ശേഷം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പള്ളി പണിതു. ജനങ്ങൾക്ക് നോക്കി നിൽക്കാനായില്ല. ജനങ്ങൾ എല്ലാവരും പള്ളിപ്പണിയിൽ പങ്കുകൊണ്ടു. മദീന മസ്ജിദിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ഇത്തപ്പനയോല കൊണ്ട് മറച്ച ചെറിയ ചെറിയ കല്ലുകളും കൊണ്ട് നിറച്ച ആ നിലക്കുള്ള ഒരു പ്രവർത്തനം സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ പങ്കുകൊണ്ടു. اللهم لا خير إلا خير الآخرة فاغفر الأنصار والمهاجرة. അല്ലാഹുവേ, പരലോക നന്മയല്ലാത്ത ഒരു നന്മയില്ല. യഥാർത്ഥത്തിലുള്ള നന്മയും ഖൈറും ഒക്കെ പരലോകത്താണ്. അൻസാറുകൾക്കും മുഹാജിറുകൾക്കും നീ പുറത്തു കൊടുക്കണേ എന്നിങ്ങനെ സഹാബിമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമൊക്കെ ചില കവിതാ ശകലങ്ങൾ ഉരുവിട്ടുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു ചെറിയ സൗകര്യങ്ങളോടുകൂടെയാണെങ്കിലും ഇന്നും ആ സ്ഥലത്ത് തന്നെ തിളങ്ങി നിൽക്കുന്ന മദീന മസ്ജിദുൻ നബവി അവിടെ ഉയരുകയായിരുന്നു. നിർമ്മാണം പൂർത്തിയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നമസ്കാരം ആരംഭിച്ചു. വീടില്ലാത്ത പലരും ഉള്ള സൗകര്യങ്ങളിൽ പോലും താമസിക്കാൻ കഴിയാത്ത ആളുകളെ ആ ഉള്ള മസ്ജിദിന്റെ ഓരങ്ങളിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം താമസിപ്പിച്ചു. പിന്നീട് അവിടെ കൊച്ചു ഹുജറ നിർമ്മിക്കപ്പെട്ടു. സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയൊത്ത് എവിടേക്ക് താമസം മാറി? അബൂ അയ്യൂബ് അൻസാരിയുടെ വീട്ടിൽ നിന്ന് പിന്നീട് ഹുജറ നിർമ്മിച്ചതിന്റെ ശേഷം അങ്ങോട്ട് താമസം മാറി. അങ്ങനെ അവിടെ പിന്നീടാണ് ഹുജറകൾ പിന്നീട് അഥവാ ശേഷമാണല്ലോ പല വിവാഹങ്ങളും നടക്കുന്നത്. അതിനനുസരിച്ച് ഹുജറകൾ വന്നുകൊണ്ടിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തി. ആദ്യമായി അവിടെ ഈ രൂപത്തിൽ മസ്ജിദ് പണിതു. മുഹാജിറുകളെയും അൻസാറുകൾക്കുമിടയിൽ സഹകരണത്തിന്റെയും സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും പദ്ധതികൾ അവിടുന്ന് ആവിഷ്കരിച്ചു. അവിടുത്തെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ്. ആ സമയത്ത് മദീനയെ സംബന്ധിച്ചിടത്തോളം മക്കയെ അപേക്ഷിച്ച് കാലാവസ്ഥ വളരെ ക്ലേശപൂർണമായിരുന്നു. ഇന്നും മദീനത്ത് പോയ പല ആളുകൾക്കും ജലദോഷവും പനിയൊക്കെ വരാറുണ്ട്. അതാ നാട്ടിന്റെ ഒരു കാലാവസ്ഥയാണ്. മക്കയെ അപേക്ഷിച്ച് കാലാവസ്ഥയിൽ പല മാറ്റങ്ങളുമുള്ള രാജ്യമാണ് മദീന. അങ്ങനെ മക്കയിൽ നിന്ന് മദീനയിലെത്തിയ മുഹാജിറുകളായ ആളുകളിൽ ബഹുഭൂരിപക്ഷത്തിനും മദീനയിലെ താമസം വളരെ ക്ലേശപൂർണമായിരുന്നു കാലാവസ്ഥയുടെ മാറ്റം കാരണത്താൽ. ആ നിലക്ക് അവിടെ എത്തിയ പല സ്വഹാബിമാരും ക്ഷീണിതരായി, പലരും രോഗബാധിതരായി. കൂട്ടത്തിൽ രോഗബാധിതരായ ആളുകളുടെ കൂട്ടത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്, കടുത്ത പനി ബാധിച്ചു. ബിലാൽ റളിയല്ലാഹു അൻഹു ഉണ്ട്, കടുത്ത പനി ബാധിച്ചു. ആയിഷ റളിയല്ലാഹു തആല അൻഹ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, ബാപ്പയുടെ അടുത്ത് പരിപാലിച്ചു കിടക്കുന്ന ബാപ്പയുടെ അടുത്ത് ഞാൻ കയറി ചെന്നു. എങ്ങനെയുണ്ട്, എന്താണ് ഉപ്പാ വിശേഷം, എങ്ങനെയുണ്ട് അസുഖം എന്നൊക്കെ ചോദിച്ചു.
ബാപ്പ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, കുല്ലുംരിഇൻ മുസബ്ബഹുൻ ഫീ അഹ്ലിഹി വൽ മൗതു അദ്നാ മിൻ ശറാക്കിഹി നഅലിഹി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പനി ഇങ്ങനെ വരുമ്പോഴൊക്കെ പറയും, പനി പിടിച്ചു കിടക്കും മഹാനവറുകൾ ഇങ്ങനെ പറഞ്ഞിരുന്നു എന്നാണ് സഹീഹ് ബുഖാരിയിൽ നമുക്ക് കാണാം. എല്ലാ മനുഷ്യനും അവന്റെ വീട്ടിൽ ഇങ്ങനെ പ്രഭാതമാകുന്നു, നല്ല പ്രഭാതമാകുന്നു, എല്ലാവരും തന്റെ വീട്ടിൽ, തന്റെ കുടുംബത്തിനിടയിൽ, ആളുകൾക്കിടയിൽ രാവിലെയാകുന്നു. വൽ മൗതു അദ്നാ മിൻ ശറാക്കി നഅലിഹി, തന്റെ കാലിൽ ധരിച്ച ചെരുപ്പിന്റെ വാറിനേക്കാൾ മരണം അവനോട് അടുത്ത് കിടക്കുന്നു. മരണചിന്ത മഹാനവറുകളുടെ വാക്കുകളിൽ എപ്പോഴും ഇങ്ങനെ പറഞ്ഞിരുന്നു. നമ്മൾ ധരിക്കുന്ന ചെരുപ്പിന്റെ വാറ് നമ്മുടെ ശരീരവുമായി എത്ര ഒട്ടിച്ചേർന്നാ കിടക്കുന്നത്, അതിനേക്കാൾ നമ്മോട് അടുത്ത് വന്നു നിൽക്കുന്നു മരണം. നമ്മളെല്ലാ ദിവസവും പ്രഭാതമാകുന്നു, വൈകുന്നേരം ആകുന്നു നമ്മൾ വിചാരിക്കുന്നു. വൈകുന്നേരം ആവൂല ഒരു ദിവസം, ചിലപ്പോ വൈകുന്നേരം ആകും, പ്രഭാതത്തിൽ നമ്മൾ ഉണ്ടാവൂല. എപ്പോഴും ആ ഒരു മരണത്തിന്റെ ചിന്ത മഹാന്മാരുടെ മനസ്സുകളിൽ എപ്പോഴും ഉണ്ടായിരുന്നു. മദീനയിൽ അവർക്ക് അസുഖമുണ്ടായിരുന്നു. ബിലാൽ റളിയല്ലാഹു തആല അൻഹു പനി പിടിച്ചു കിടക്കുമ്പോ അദ്ദേഹം ഇങ്ങനെ പറയും, എപ്പോഴാണാവോ മരിക്കുന്നത്. മാത്രമല്ല കഴിഞ്ഞുപോയ മക്കയിലെ ആ പ്രകൃതിയെ സംബന്ധിച്ച് ഇങ്ങനെ വർണ്ണിച്ചുകൊണ്ട് അദ്ദേഹം പറയാറുണ്ട്, എന്ത് നല്ല രാജ്യമായിരുന്നു മക്ക. അവിടുത്തെ തെളിനീര്, ഇവിടെയാണെങ്കിൽ വെള്ളം മോശാണ്, അവിടുത്തെ കാലാവസ്ഥ, അവിടുത്തെ തെളിനീര്, ചുറ്റും പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഇദ്ഹിർ ചെടി, അതുപോലെയുള്ള നല്ല നല്ല ചെടികൾ, അതുപോലെ തന്നെ പ്രത്യേകമായ ഒരു മുഞ്ചുള്ള മനോഹരമായ പ്രദേശം എന്നൊക്കെ പറഞ്ഞ് മക്കയോടുള്ള ആ ഒരു മനസ്സ് മുഹാജിറുകൾക്ക് ഹിജറ വന്നിട്ടും തീർന്നിരുന്നില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഇങ്ങനെയൊക്കെ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ഈ പ്രതികരണവും, അതുപോലെ തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ പ്രതികരണമൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ആയിഷ റളിയല്ലാഹു തആല അൻഹ ഉണർത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ മദീന, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് മദീനയെ ഇഷ്ടമുള്ളതാക്കണേ, നീ ഞങ്ങൾക്ക് മദീനയോട് ഇഷ്ടമുണ്ടാക്കണേ. കഹുബ്ബിനാ മക്ക ഔ അശദ്, മക്കയോട് ഉള്ളതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ സ്നേഹം മദീനയോട് ഞങ്ങൾക്കുണ്ടാക്കണേ. വസഹിഹാ, അതിന് നീ ആരോഗ്യം നൽകണേ, അവിടുത്തെ അവസ്ഥക്ക് നീ നല്ല മാറ്റം നൽകണേ. വബാരിക് ലനാ ഫീ സായിഹാ വമുദ്ദിഹാ, അവിടെയുള്ള അളവുകളിൽ സായിലും മുദ്ദിലും അഥവാ അവിടെയുള്ള എല്ലാ കാര്യങ്ങളിലും നീ ബറക്കത്ത് ചൊരിയണേ റബ്ബേ, അവിടുത്തെ രോഗങ്ങളെ നീ മാറ്റണേ അല്ലാ എന്നിങ്ങനെ മദീനക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയുണ്ടായി. അങ്ങനെ ആ പണ്ടത്തെ അവസ്ഥയിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. സഹാബിമാരുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷമുണ്ടായി. പ്രയാസങ്ങളെ സഹിക്കാൻ അവർക്കുള്ള കരുത്ത് കിട്ടി. കാലാവസ്ഥകളുമായി അവർ പൊരുത്തപ്പെടാൻ തുടങ്ങി. മാത്രമല്ല പലപ്പോഴും ഇങ്ങനെ മക്ക എന്തൊരു നല്ല രാജ്യമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ പ്രവാചകൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, എന്റെ പുത്തൻ മുഹാജിറുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്റെ സഹാബിമാരുടെ ഹിജറ അതങ്ങനെ തന്നെ നിലനിൽക്കണേ അല്ലാഹ്, വലാ തറുദ്ദഹും വലാ അൽഖാബിഹിം, എന്ന വഴിക്ക് തിരിച്ചു മടങ്ങരുതേ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളുടെ തിരിച്ചു പോകുന്ന ഒരു മനസ്സുണ്ടാകരുതേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരുടെ മനസ്സിന് നല്ല സ്ഥൈര്യം നൽകാൻ അവിടുന്ന് പ്രാർത്ഥിക്കുകയുണ്ടായി. മദീനയിലുള്ള കാലാവസ്ഥ ഇങ്ങനെയാണെങ്കിൽ മദീനയിലെ ജനതയുടെ സ്ഥിതി എന്തായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോൾ മദീനയിൽ പ്രബലമായിരുന്ന ഗോത്രങ്ങളായിട്ടുണ്ടായിരുന്നത് യഹൂദികളാണ്. യഹൂദികൾ 2-3 പ്രബല ഗോത്രങ്ങളായി പരന്നു കിടക്കുകയായിരുന്നു. ഒന്ന് ബനു ഖൈനുഖാഅ് ഗോത്രം, മറ്റൊന്ന് ബനു നളീർ ഗോത്രം, മറ്റൊന്ന് ബനു ഖുറൈള ഗോത്രം. അറബികളാണെങ്കിൽ അവിടെ 2 ഗോത്രങ്ങളായി ഘടിച്ചു നിൽക്കുകയാണ്. ഒന്ന് ഔസ്, മറ്റൊന്ന് ഖസറജ്. ഇത് രണ്ടിനുമിടയിൽ ഏത് കാലത്തും എപ്പോഴും തീപ്പൊരി വീണ് ആളിപ്പടരുന്ന യുദ്ധങ്ങളാണ് ഔസിന്റെയും ഖസറജിന്റെയും ഇടക്ക് മദീനയിൽ നടക്കുക. എപ്പോഴും പരസ്പരം ചേരിപ്പോരാണ് മദീനയിൽ. ആരാ അവിടെയുള്ള അറബി ഗോത്രങ്ങളായ ഔസും ഖസറജും തമ്മിൽ എന്നും പരസ്പരം കുടിപ്പകയാണ്. നിസ്സാരമായ കാര്യങ്ങൾ ഉണ്ടായാൽ മതി ഔസും ഖസറജും തമ്മിൽ പോരാടാൻ. വലിയ കാരണമൊന്നും വേണ്ട. തന്റെ ഒട്ടകത്തിന് കുടിക്കാനുള്ള തടാകത്തിൽ നിന്ന് പാത്രത്തിൽ നിന്ന് അപ്പുറത്തുള്ളവന്റെ ഒട്ടകം വന്നൊരിറക്ക് വെള്ളം കുടിച്ചാൽ അതിന്റെ പേരിൽ നീണ്ടു നിൽക്കുന്ന ഘോരമായ സംഘട്ടനങ്ങൾ നടന്നിരുന്ന
വളരെയേറെ ഛിന്ന ഭിന്നമായിരുന്ന, ഐക്യമില്ലാതിരുന്ന ഒരു നാട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വരവോടുകൂടി ഔസിനെയും ഖസറജിനെയും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മാലയിലെ കണ്ണികളെ പോലെ, ഒരു മാലയിലെ മുത്തുമണികളെ പോലെ കോർത്തിണക്കി. വിശുദ്ധ ഖുർആൻ പറയുന്നത് കേട്ടിട്ടില്ലേ? ഇത് കുന്തും അഅദാ, നിങ്ങൾ ഓർക്കണം, നിങ്ങൾ പരസ്പരം വലിയ ശത്രുതയിലായിരുന്നു, നിങ്ങൾ വല്ലാത്ത ശത്രുക്കളായിരുന്നു നിങ്ങൾ. ഫഅല്ലഫ ബൈന ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങൾക്കിടയിൽ അവൻ രഞ്ജിപ്പുണ്ടാക്കി. അല്ലാഹു രഞ്ജിപ്പുണ്ടാക്കി. എന്തു കൊടുത്താലും ഇല്ലാതിരുന്ന ഒരു ഐക്യം അല്ലാഹു ഉണ്ടാക്കിയവർക്കിടയിൽ. അങ്ങനെ ഐക്യത്തിന് വേണ്ടി വന്ന, ഐക്യത്തിന് വേണ്ടി ശ്രമിച്ച ആ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും പക്ഷേ യഹൂദികളുടെ കണ്ണിൽ അനൈക്യവാദിയായിരുന്നു, ഭിന്നിപ്പിക്കാൻ വന്നവനായിരുന്നു, സമൂഹത്തെ തമ്മിലടിപ്പിക്കാൻ വന്നവരായിരുന്നു. ദുരാരോപണങ്ങൾ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഉള്ളിലൂടെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചു യഹൂദികൾ. എന്താ കാരണം? യഹൂദികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവിടെ ഉണ്ടായിരുന്ന ആകെയുള്ള തൊഴിലെന്താ? അവരുടെ മെയിൻ സാമ്പത്തിക സ്രോതസ് യഹൂദികളൊക്കെ ഏതാനും കച്ചവടക്കാരായിരുന്നു. മദീനയിലുണ്ടായിരുന്ന ഏതാണ്ട് യഹൂദികളൊക്കെ ബിസിനസ്സുകാരായിരുന്നു. കൃഷിയുണ്ട്, പുറം രാജ്യങ്ങളിൽ നിന്ന് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അങ്ങനെ പല രൂപത്തിലും ഗോതമ്പും ബാർലിയും പലതും ഇറക്കുമതി ചെയ്ത് വലിയ സമ്പത്തുള്ള ആളുകളായിരുന്നു യഹൂദികൾ. ഇവരുടെ പ്രധാന തൊഴിലെന്താ? പണം പലിശക്ക് കൊടുക്കുക. അത് യഹൂദിയുടെ എന്നത്തെയും പരിപാടിയാണ്. ആഗോള തലത്തിലുള്ള ബാങ്കിംഗ് സമ്പ്രദായത്തിന്റെ മുഴുവൻ ചുക്കാൻ പിടിക്കുന്ന മസ്തിഷ്കം യഹൂദികളാണ്, സംശയമൊന്നും വേണ്ട. ഇന്നും അങ്ങനെ തന്നെയാണ്, ഇന്നും അങ്ങനെ തന്നെയാണ്. ഇന്നുള്ള സ്വഭാവം അന്നുമുണ്ട്. ഇവരുടെ പ്രധാന തൊഴിലെന്താ? ഇവരെങ്ങനെയാ വരുമാനമുണ്ടാക്കൽ? രണ്ടു കൂട്ടരെയും തമ്മിലടിപ്പിക്കും. ആരെ? അവിടെ നിലവിലുള്ള അറബികളായ ഔസിനെയും ഖസറജിനെയും. എന്നിട്ട് എന്ത് ചെയ്യും? നിസ്സാരമായ പ്രശ്നങ്ങൾ പലരുടെയും ഇടയിൽ പറഞ്ഞ് ഏഷണി പരത്തിയിട്ട് യുദ്ധം ഉണ്ടാക്കും. യുദ്ധം ഉണ്ടാക്കിയിട്ട് ആവശ്യമായ നിലക്ക് ആർക്കും കുറയരുതല്ലോ. അപ്പൊ പരസ്പരം യുദ്ധം ചെയ്യണം. വാള് വേണം, വാളുണ്ടാക്കണം, പരിച വേണം, ആയുധങ്ങളൊക്കെ വേണം. സമ്പത്ത് ഒരുപാട് ചെലവുണ്ട് യുദ്ധത്തിന്. പണമില്ലാൻ തോന്നിക്കഴിഞ്ഞാൽ യഹൂദി ചെന്നിട്ട് പറയും, പണം ഞങ്ങൾ തരാം. പലിശക്ക് പണം കൊടുക്കലാ മൂപ്പരെ പരിപാടി. ഏത് ടീമിനും കൊടുക്കും. എന്തേ വേണ്ടു? നിങ്ങൾ തമ്മിലടിക്കണം. അങ്ങനെ ഔസിനെയും ഖസറജിനെയും തമ്മിലടിപ്പിച്ച് ആയുധ കച്ചവടം നടത്തി പണ്ടേ യഹൂദി. ഇന്നുമുണ്ടത്. മുസ്ലിം രാജ്യങ്ങൾക്കിടയിൽ തമ്മിലടിപ്പിച്ചുകൊണ്ട് ആയുധം വിൽപ്പന നടത്തിക്കൊണ്ട് സാമ്പത്തികമായി ഏറ്റവും വലിയ രൂപത്തിലുള്ള സാമ്പത്തികമായ സ്രോതസ്സായി അതിനെ കണ്ടെത്തിയ ഇസ്ലാം വിരുദ്ധ ലോബികളുണ്ട്. അന്നും യഹൂദിയുടെ തലയിൽ അത് തന്നെയായിരുന്നു. അങ്ങനെ അവർ ധാരാളമായിട്ട് പലിശക്ക് പണം കൊടുത്തിട്ട് ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കും തമ്മിലടിപ്പിക്കാൻ. അത് അവരുടെ ഒരു വലിയ വരുമാനമാണ്. അതിൽ അവർക്ക് രണ്ട് സുഖ കിട്ടിയിരുന്നത്. ഒന്ന്, അവരുടെ കുടിപ്പക പരസ്പരം അറബികൾ തല്ലി തീരട്ടെ, ആ ഒരു സുഖം അത് യഹൂദിയുടെ മനസ്സിൽ എന്നുണ്ട്. മറ്റുള്ളവർ തമ്മിൽ തല്ലുന്നത് കാണുന്നതിലുള്ള ഒരു സുഖം യഹൂദിയുടെ കൂടപ്പറപ്പാണ്. അതുപോലെ തന്നെ ഇതിലൂടെ വലിയ സമ്പാദ്യം ഉണ്ടാക്കുക. പണം ഇങ്ങനെ പലിശക്ക് കൊടുക്കുക, അത് ധാരാളമായിട്ട് മുളാഫത്തായിട്ട് തിന്നുക. ആ നിലക്ക് വലിയ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളും വഞ്ചനകളും ഉള്ളിലൊതുക്കി അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നപ്പോ അവർക്ക് സഹിക്കാനായില്ല. കാരണം എന്താ? തൗറാത്തിലൊക്കെ വായിച്ചിട്ടുണ്ട്, ഒരു നേതാവ് വരും എന്നവർക്കറിയാം. കാരണം ഈ പ്രവാചകൻ ആരാണ്? അല്ലദീന യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത്തൗറാത്തി വൽ ഇൻജീൽ. തൗറാത്തിലും ഇൻജീലിലും ഒക്കെ എഴുതപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ വന്നപ്പോ കാത്തിരുന്ന യഹൂദി അവനായിരുന്നു ആദ്യം വിശ്വസിക്കേണ്ടിയിരുന്നത്. കാരണം എന്താ? അവരാ കാത്തിരിക്കുന്നത്. അവരൊരു പ്രവാചകന്റെ ആഗമനത്തെ കാത്തിരിക്കുകയാണ്. പക്ഷേ മദീനയിൽ വന്നപ്പോ യഹൂദികൾ സ്വീകരിക്കാൻ തയ്യാറായില്ല. കാരണം എന്താ? വന്ന പ്രവാചകൻ അവരുടെ കുടുംബക്കാരനല്ല. ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിന്റെ പരമ്പരയിൽ നിന്ന് വരണം. പക്ഷേ ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ പൗത്ര പരമ്പരയിലാ വന്നത്. അത് യഹൂദി അംഗീകരിക്കൂല. അതുകൊണ്ട് യഹൂദിയുടെ മനസ്സിലൊന്നും ഇസ്ലാമിനോട് കുടിപ്പകയുണ്ട്, ഇസ്ലാമിനോട് അസൂയയുണ്ട്, ഇസ്ലാമിന്റെ നേതാവായ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് കുടിപ്പകയുണ്ട്, വൈരമുണ്ട്.
ഒരു കാലത്തും അത് തീരില്ല. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ലതജിദന്ന അശദ്ദന്നാസി അദാവത്തൻ ലില്ലദീന ആമനു അല്ലദീന ഖാലു. പരിശുദ്ധ ഖുർആൻ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, വിശ്വാസികളോട് ഏറ്റവും കൂടുതൽ കഠിനമായ ശത്രുത പുലർത്തുന്നവരാരാണ്? യഹൂദികളായ ആളുകളാണ്. അവരാണ് ഏറ്റവും കൂടുതൽ ശത്രുത. അങ്ങനെ ഒളിഞ്ഞും ആദ്യഘട്ടത്തിലൊന്നും അത് അത്ര പുറത്തേക്ക് അവർ പ്രകടിപ്പിച്ചില്ല. ഉള്ളിൽ ഭയങ്കര രോഷമുണ്ടായിരുന്നു. ഇസ്ലാമിന്റെ വരവ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വരവ്, മദീനയിൽ വന്നിട്ട് ഈ പള്ളി പണിതു, ഒരു കേന്ദ്രമുണ്ടായി, ആളുകളൊക്കെ അവിടെ ഇങ്ങനെ വളരാൻ തുടങ്ങി, ഇസ്ലാമിന് ഇങ്ങനെ അടിത്തറ കിട്ടിത്തുടങ്ങി എന്ന് കാണുമ്പോ സഹിക്കാൻ സാധിച്ചില്ല യഹൂദിക്ക്. പക്ഷേ അവരുടെ കൂട്ടത്തിലും ചില ആളുകൾ ഉണ്ടായിരുന്നു. അത് ഏതിനുണ്ടാവുമല്ലോ, എത്ര മോശപ്പെട്ട ജനതയിലുണ്ടാകും ചില വെള്ളി നക്ഷത്രങ്ങൾ. ആ കൂട്ടത്തിൽപ്പെട്ടയാളായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു സല്ലാം റളിയല്ലാഹു അൻഹു. അദ്ദേഹം യഹൂദികളിലെ പ്രഗൽഭ പണ്ഡിതനായിരുന്നു. മദീനയിലുണ്ടായിരുന്ന യഹൂദികളിലെ പ്രഗൽഭ പണ്ഡിതനായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു സല്ലാം. നന്നായി വേദത്തിൽ അഗ്രഗണ്യൻ ആയിരുന്ന മഹാനായ ഒരു പണ്ഡിതൻ അബ്ദുല്ലാഹി ഇബ്നു സല്ലാം റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ഇസ്ലാം ആശ്ലേഷം സഹീഹായ ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. സഹീഹായ സനദോടുകൂടി ധാരാളം ഗ്രന്ഥങ്ങളിൽ അബ്ദുല്ലാഹി ഇബ്നു സല്ലാമിന്റെ ഇസ്ലാം സ്വീകരണം നമുക്ക് കാണാം. അധികൊന്നും വൈകിയില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് കടന്നു വന്നു എന്ന് അറിഞ്ഞ ആ നിമിഷത്തിൽ തന്നെ അവിടുന്ന് താമസിക്കുന്ന ബനു നജ്ജാർ ഗോത്രത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അരികിലേക്ക് ഈ അബ്ദുല്ലാഹി ഇബ്നു സല്ലാം ധൃതിയിൽ കടന്നു ചെല്ലുകയാണ്. കടന്നു ചെന്നിട്ട് ചില ചോദ്യങ്ങളാണ് ചോദിച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചില ചോദ്യങ്ങൾ. എങ്ങനത്തെ ചോദ്യങ്ങളാ അദ്ദേഹം സെലക്ട് ചെയ്തതെന്നറിയോ? അദ്ദേഹം പഠിച്ച പണ്ഡിതനാണ്. അദ്ദേഹം ചില ചോദ്യങ്ങൾ ചോദിച്ചു. അതിനെപ്പറ്റി ചരിത്രത്തിൽ കാണാം, അസ്ഇല ലാ യഅലമുഹാ ഇല്ലാ നബി. ഒരു നബിക്കല്ലാതെ ഉത്തരം പറയാൻ കഴിയൂലാന്ന് അദ്ദേഹം വേദഗ്രന്ഥത്തിലൂടെ പഠിച്ചറിഞ്ഞ ചില ചോദ്യങ്ങളുണ്ട്. അതാണ് അദ്ദേഹം ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കാണുന്ന വേളയിൽ ചോദിച്ചത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മണിമണിയായി ഉത്തരം പറഞ്ഞു. വലമ്മാ സമിഅ റുദൂദഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവക്കൊക്കെ കൃത്യമായി മറുപടി കൊടുത്തത് കേട്ടപ്പോൾ ആമന ബിഹി സഅതഹു വ മകാന, ആ സ്പോട്ടിൽ വെച്ച് ആ സമയത്ത് അദ്ദേഹം മുസ്ലിമായി. അപ്പ മുസ്ലിമായി. കണ്ടോ, സാഅത്ത് മക്കാന്, ആ സമയം തന്നെ, അധികമൊന്നും വൈകിയില്ല, ആ സ്ഥലത്ത് നിന്ന് മാറിപ്പോയില്ല, ഉടനെ മുസ്ലിമായി. സുമ്മ ഖാല ലഹു, എന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു സല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറഞ്ഞു, പ്രവാചകനോട് പറഞ്ഞു, യഹൂദികൾ എന്ന് പറഞ്ഞാൽ അവര് വല്ലാത്ത ദുരാരോപകന്മാരാണ്. പ്രവാചകരെ, യഹൂദികൾ, ഞാൻ ഉൾക്കൊണ്ടുന്ന സമൂഹം ഉണ്ടല്ലോ, അവരെ പറ്റി എനിക്കറിയാം. ഒരു വല്ലാത്ത ദുഷ്പ്രചരണം നടത്തും. മോശമാണ് അവരുടെ മനസ്സ്, വളരെ വൃത്തികെട്ട മനസ്സാണ് അവർ. ഇൻ അലിമു ബി ഇസ്ലാമി, എന്റെ ഇസ്ലാമിൻ സ്വീകരണത്തെ കുറിച്ച് അവരറിഞ്ഞാൽ അവര് എന്നെ കുറിച്ച് നിങ്ങളോട് മോശമായി സംസാരിക്കും. അതുകൊണ്ട് ഞാൻ മുസ്ലിമായ വിവരം അറിയാതെ നിങ്ങൾ അവരോട് എന്നെ കുറിച്ചൊന്ന് അഭിപ്രായം ചോദിക്കണം എന്ന് പറഞ്ഞു. ഞാൻ മുസ്ലിമായ വിവരം പറയണ്ട, എന്നെ കുറിച്ച് എന്താ അവർക്കുള്ള അഭിപ്രായം എന്ന് നിങ്ങൾ അവരോട് ചോദിക്കണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ പരിസരത്ത് അവിടെ തന്നെയുള്ള വീട്ടിൽ ഇവർ വരുന്ന സമയത്ത്, യഹൂദികളൊക്കെ വരുന്ന സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു സല്ലാം ഉള്ളിൽ കയറിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളെ അയച്ചു. യഹൂദികളൊക്കെ വന്നു. യഹൂദികളൊക്കെ പ്രവാചകൻ വിളിച്ചപ്പോ വന്നു. അബ്ദുല്ലാഹി ഇബ്നു സല്ലാം വീട്ടിന്റെ അകത്തേക്ക് പോയി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന ആ പ്രമുഖരായ യഹൂദികളായ നേതാക്കന്മാരോടൊക്കെ ചോദിച്ചു, അയ്യു റജുലിൻ ഫീകും അബ്ദുല്ലാഹി ഇബ്നു സല്ലാം, നിങ്ങളുടെ കൂട്ടത്തിൽ അബ്ദുല്ലാഹി ഇബ്നു സല്ലാം എന്ന പേരുള്ള ഒരാളില്ലേ, അയാളെ പറ്റി എന്താ നിങ്ങളുടെ അഭിപ്രായം? എന്താണ് നിങ്ങൾക്ക് അയാളെ കുറിച്ച് പറയാനുള്ളത്? ഖാലു, അവര് പറഞ്ഞു, അഅലമുനാ വബ്നു അഅലമിനാ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഇൽമുള്ള പണ്ഡിതൻ, ഏറ്റവും അറിവുള്ള പണ്ഡിതൻ, ഏറ്റവും അറിവുള്ള പണ്ഡിതന്റെ മോൻ, ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ഉത്തമൻ, ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ഉത്തമന്റെ മകൻ. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, സയ്യിദുനാ വബ്നു സയ്യിദിനാ, ഞങ്ങളുടെ നേതാവ്, ഞങ്ങളുടെ നേതാവിന്റെ പുത്രൻ. ഖൈറുനാ വബ്നു ഖൈരിനാ, ഞങ്ങളിലെ ഉത്തമൻ, ഉത്തമന്റെ മകൻ. വഅഫ്ളലുനാ വബ്നു അഫ്ളലിനാ, ഞങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠൻ, ഞങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠന്റെ മോൻ. ഇനി അവർക്ക് പുകഴ്ത്താൻ വാക്കുകളില്ല, പുകഴ്ത്താനും പറയാനും മഹിമ പറയാനും വാക്കുകളില്ല.
അത്രത്തോളം അബ്ദുല്ലാഹി ബിൻ സല്ലാമിനെ അവർ പുകഴ്ത്തി. അതൊക്കെ കേട്ടപ്പോ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, അഫറഅയ്തും ഇൻ അസ്ലമ അബ്ദുല്ലാഹ്, അബ്ദുള്ള മുസ്ലിം ആയാൽ അയാളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? ഫഖാലു, ഉടനെ അവർ ഒന്നടങ്കം പറഞ്ഞു, അആദഹുല്ലാഹു മിൻ ദാലിക്, അആദഹുല്ലാഹു മിൻ ദാലിക്, അആദഹുല്ലാഹു മിൻ ദാലിക്. മറത്തൈനി ഔ സലാസൻ, രണ്ടോ മൂന്നോ തവണ അവർ ആർത്തു വിളിച്ചു, അല്ലാഹു അദ്ദേഹത്തെ അതിൽ നിന്ന് കാത്തു രക്ഷിക്കട്ടെ, അല്ലാഹു അദ്ദേഹത്തെ അതിൽ നിന്ന് കാക്കട്ടെ, അല്ലാഹു അദ്ദേഹത്തെ അതിൽ നിന്ന് രക്ഷിക്കട്ടെ. എന്തിൽ നിന്ന്? ഇസ്ലാമാകുന്നതിൽ നിന്ന്. അത്ര ഗൗരവത്തോടെ അവർ പറഞ്ഞു. ആ സമയത്ത് ഫഖറജ ഇലൈഹിം അബ്ദുല്ലാഹ്, വീട്ടിലുണ്ടായിരുന്ന അതിനകത്തുണ്ടായിരുന്ന അബ്ദുല്ലാഹ് അവരിലേക്ക് കടന്നു വന്നിട്ട് ഫഖാല, അദ്ദേഹം അവരുടെ ഇടയിൽ വന്നുകൊണ്ട് പ്രഖ്യാപിക്കുന്നു, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അദ്ദേഹം മനസ്സിലാക്കിയ സത്യം അത് കൃത്യമായിട്ട് ചോദിച്ചറിഞ്ഞു. ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഹബീബ് വന്നപ്പോ ഹബീബിൽ നിന്ന് അതൊക്കെയാണ് മാറി. സത്യം അതാണെന്നാണ് മനസ്സിലാക്കി, അതാണ് പ്രഖ്യാപിച്ചു. ആ ഷഹാദത്താണ് പ്രഖ്യാപിച്ചു അവർക്കിടയിൽ. ഫഖാലു, ഇതുവരെ ഞങ്ങളുടെ ഏറ്റവും വലിയ പണ്ഡിതനാണ്, ഞങ്ങളുടെ ഏറ്റവും വലിയ നേതാവാണ്, ഞങ്ങളുടെ ഏറ്റവും വലിയ ഉത്തമനാണ്, ഉത്തമനായ പുത്രന്റെ മകനാണ് എന്നൊക്കെ പറഞ്ഞ് അവര് പിന്നെ പറഞ്ഞു, ശർറുനാ വബ്നു ശർരിനാ, ഞങ്ങളുടെ ഏറ്റവും നികൃഷ്ടൻ, ഏറ്റവും നികൃഷ്ടന്റെ മോൻ എന്ന് പറഞ്ഞു. മാത്രമല്ല ഒരുപാട് അബ്ദുല്ലാഹി ബിൻ സല്ലാമിനെ അവർ ചീത്ത വിളിച്ചു. കണ്ടോ, സത്യാണ് പറഞ്ഞപ്പോ ഇതുവരെ പുകഴ്ത്തിയ നാവുകൾ വൃത്തികെട്ട രൂപത്തിൽ ഈ രൂപത്തിൽ പ്രതികരിക്കാൻ തുടങ്ങി. മാത്രല്ല ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ജനങ്ങളോട് പറഞ്ഞു, യാ മഅ്ശറൽ യഹൂദ്, ഓ യഹൂദികളെ, ഇത്തഖുല്ലാഹ്, അല്ലാഹനെ സൂക്ഷിക്കിൻ. ഫവല്ലാഹിൽ ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, അവനല്ലാതെ ഒരാരാധ്യനില്ല. ആ റബ്ബിനെ സത്യം ചെയ്തുകൊണ്ട് ഞാൻ പറയട്ടെ, ഇന്നക്കും ലതഅലമൂൻ, ഓ യഹൂദികളെ, നിങ്ങൾക്കും നന്നായി അറിയാമല്ലോ, അന്നഹു റസൂലുള്ളാഹ്, അദ്ദേഹം അല്ലാഹുവിന്റെ റസൂലാണെന്ന് നിങ്ങൾക്കും നന്നായി അറിയാമല്ലോ. വ അന്നഹു ജാഅ ബിഹഖിൻ, അദ്ദേഹം സത്യമാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നും നിങ്ങളും അറിഞ്ഞിട്ടാണല്ലോ നിങ്ങൾ നിഷേധിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കൂ, അദ്ദേഹത്തെ പിൻപറ്റൂ, പിന്തുടരൂ എന്ന് അദ്ദേഹം പറഞ്ഞു നോക്കിയപ്പോൾ ഫഖാലു, അവരൊന്നടങ്കം പറഞ്ഞു, കദബ്ത, നീ നുണയനാണ്, നീ കളവാ പറയുന്നത്, നീ നുണയാ പറയുന്നത്, നീ വഞ്ചകനാണ്, നീ കള്ളനാണ്. അപ്പൊ എന്താ അത് മനസ്സിലാക്കി തരുന്നത്? യഹൂദികളൊക്കെ അങ്ങനെയല്ല, അതിലും ചില പ്രത്യേകമായ നല്ല നല്ല മനസ്സുള്ളവരുണ്ടായിരുന്നു. ഹബീബ് മദീനയിലേക്ക് കടന്നു വന്നപ്പോ തന്നെ കേട്ടതുപോലൊന്നുമല്ല ചോദിച്ചറിഞ്ഞു. എന്താണ് അവിടുത്തെ കുറിച്ച് ഒരുപാട് ആരോപണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ഒക്കെ നേരിട്ട് ചോദിച്ചു മനസ്സിലാക്കി, സത്യം സ്വീകരിച്ചു, സത്യം പ്രഖ്യാപിച്ചു. അങ്ങനത്തെ ആളുകളും അന്ന് അവരുടെ കൂട്ടത്തിൽ ഉണ്ടായി എന്നാണ് നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. മാത്രമല്ല അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു വിഭാഗം ആരാണ്? സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നേരിടേണ്ടി വന്ന മറ്റൊരു നേതാവുണ്ട്, അബ്ദുല്ലാഹ്. പേരുകൊണ്ട് അയാൾ അബ്ദുള്ളയാണ്, അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ. അയാളൊന്ന് മുശ്രിക്കാണ്. മുശ്രിക്ക് എന്ന് മാത്രമല്ല, ഔസിന്റെയും ഖസറജിന്റെയും ഇടയിലൊക്കെ മധ്യസ്ഥ റോളിലാണ് അയാൾ എപ്പോഴും നിൽക്കുക. അങ്ങനെ മധ്യസ്ഥ റോളിൽ നിന്നിട്ട് ഔസും ഖസറജും ഒക്കെ കൂടി ഒരുമിച്ച് ഇയാളെ നേതാവാക്കി ഇങ്ങനെ കൊണ്ടുവരുന്ന കാലാണ്. അങ്ങനെ ഇയാൾ ഔദ്യോഗികമായ പദവി, ഔദ്യോഗികമായ സ്ഥാനത്തൊക്കെ ഇങ്ങനെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഏതാണ്ട് തീരുമാനമെടുത്തു. ഇയാളും ആ നിലക്കുള്ള കുപ്പായൊക്കെ തുന്നിങ്ങനെ കാത്തിരിക്കുകയാണ്. മദീനയുടെ നേതാവായിട്ട് ഞാനാണ്, യസ്രിബിന്റെ നേതാവായിട്ട് ഞാനാണ്. ആ സമയത്താണ്, ആ കാലത്താണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഇസ്ലാമിക സത്യവുമായി കടന്നു വരുന്നത്. ജനങ്ങളൊക്കെ പിന്നെ അദ്ദേഹത്തിന്റെ കൂടെയായി, ജനങ്ങളൊക്കെ പിന്നെ അദ്ദേഹത്തിന്റെ ചുറ്റുമായി. അവിടുന്ന് പ്രസംഗിക്കുന്നത് കേൾക്കാൻ, അവിടുന്ന് സംസാരിക്കുന്നത് കേൾക്കാൻ, അവിടുത്തെ കാണാൻ, അവിടുത്തെ ഉപദേശ നിർദ്ദേശങ്ങൾ കേൾക്കാൻ ജനങ്ങളൊക്കെ അതിന്റെ പിന്നാലെ കൂടിയപ്പോ അബ്ദുള്ളയുടെ മനസ്സിൽ സ്വാഭാവികമായി എക്കാലത്തുമുള്ള ആളുകൾക്ക് ഉണ്ടാകുന്നത് പോലെയുള്ള കടുത്ത അസൂയ മുളപൊട്ടി.
നശിക്കണം ഇനി മുഹമ്മദ്, ഇവനെ വിട്ടുകൂടാ. താൻ കയറിയിരിക്കേണ്ടുന്ന അധികാരത്തിന്റെ സോപാനം തകർന്ന് നശിപ്പിച്ച് തനിക്ക് ആളുകൾക്കിടയിൽ ഉണ്ടായിരുന്ന സ്വാധീനത്തെ തകർത്ത് അതേ പുതിയതായി കടന്നു വന്ന വ്യക്തിയുടെ ചുറ്റും ആളുകൾ കൂടുന്നു എന്ന് അബ്ദുള്ളാക്ക് തോന്നിയപ്പോ അബ്ദുള്ള ഒരു തന്ത്രമെടുത്തു. അബ്ദുല്ലാഹിബ്നു ഉബയ്യ് ഇബ്നു സലൂൽ ഒരു തന്ത്രമെടുത്തു. എന്താ തന്ത്രം? ഇനി പരസ്യ ശത്രുത അവസാനിപ്പിച്ച് ഇസ്ലാമിന്റെ ഉള്ളിൽ കയറണം. അങ്ങനെ അവൻ ചാരനായി ഇസ്ലാമിലേക്ക് കടന്നു വന്നു. പുറത്തേക്ക് അവൻ മുസ്ലിമാണ്, പള്ളിയിലുണ്ട്, പ്രവാചകന്റെ കൂടെയുണ്ട്, പലയിടത്തുമുണ്ട്. ഉള്ളിൽ വലിയ പകയാണ് ഹബീബിനോട്, മുസ്ലിമീങ്ങളോട് പകയാണ് അബ്ദുള്ളയുടെ ഖൽബിൽ. അവന്റെ മനസ്സിൽ അവൻ കഠിനമായ ശത്രുത ഒളിപ്പിച്ചു വെച്ചു. അതാ മുനാഫിഖ്, കുഫ്ർ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചു. പുറമേക്ക് അവൻ ഇസ്ലാം അഭിനയിച്ചു. അവന്റെ ലക്ഷ്യമുണ്ടായിരുന്നു തൊരപ്പൻ പണിയെടുക്കണം ഇതിന്റെ അകത്ത് കയറിയിട്ട്. അങ്ങനെ അവൻ ചാരനായി കടന്നുവന്ന് അവന്റെ ചാരപ്പണികൾക്ക് തുടക്കം കുറിച്ചു മദീനയിൽ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഏറെ വിഷമം സഹിക്കേണ്ടി വന്നത് ഈ ചാരൻ മുഖേന തന്നെയാണ്. ഈ മുനാഫിഖിന്റെ, ഈ നേതാവിന്റെ, ഈ മുനാഫിഖിന്റെയും അവന്റെ ഒപ്പം കൂടിയ ആളുകളുടെയും ശർറ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വളരെയേറെ പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ലോക ചരിത്രത്തിൽ പിന്നീടുണ്ടായ സംഭവങ്ങളിലൂടെയൊക്കെ നമുക്കത് വായിച്ചെടുക്കാനാവും, മനസ്സിലാക്കിയെടുക്കാനാവും. ഇവരുടെയൊക്കെ നടുവിലാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ തന്ത്രപരമായി തന്റെ ആദർശത്തിന്റെ പ്രബോധനം, ജനങ്ങൾക്കിടയിലുള്ള സംസ്കരണ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് എല്ലാ രംഗത്തും എല്ലാ പ്രവർത്തനങ്ങൾക്കും കേന്ദ്രമായി തന്റെ മദീനയിലെ ആ കൊച്ചു മസ്ജിദിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമികമായ ദഅവത്ത് മദീനയിൽ ശക്തിപ്പെടുത്തുകയാണ് ഉണ്ടായത്. ശേഷമാണ് പിന്നീടുണ്ടാകുന്ന സംഭവവികാസങ്ങൾ. അല്ലാഹു റബ്ബുൽ ആലമീൻ കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കുവാനും അവിടുത്തെ ചരിത്രങ്ങളിലൂടെ വേണ്ട ഭാഗങ്ങളിലെല്ലാം നാം ഇസ്ലാമികമായ കാര്യങ്ങളിൽ ആവേശം ഉള്ളവരായി തീരുവാനും അവിടുത്തെ മാതൃക ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും കാത്തുസൂക്ഷിക്കുവാനും സന്നദ്ധരായി കൊണ്ട് നമ്മൾ ജീവിക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ അവിടുത്തോട് ശരിയായ നിലക്കുള്ള മഹബ്ബത്തും സ്നേഹവും കാത്തുസൂക്ഷിച്ചുകൊണ്ട് അല്ലാഹുവിങ്കൽ നിന്നുള്ള സ്നേഹത്തിന് പാത്രീഭൂതരായി തീരുന്ന നല്ലവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ നാം പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമുക്ക് രക്ഷയും കാവലും നൽകുമാറാകട്ടെ. അല്ലാഹുവിന്റെ സഹായം എല്ലാ സന്ദർഭങ്ങളിലും അവൻ നമ്മളിൽ വർഷിച്ചു കൊണ്ടിരിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. മാരക രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചു പിരിഞ്ഞു പോയവരുടെ ഖബറിടം അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മയും അവരെയും അല്ലാഹു അവന്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുമ്മ ജഅൽ ഹാദൽ ബലദ ആമിനൻ മുത്മഇന്നാ വസായിറ ബിലാദിൽ മുസ്ലിമീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد.